ഓം നമോ നാരായണായ. നഗരിപ്പുറം തിരുനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 2024 ജനുവരി 7 മുതൽ ജനുവരി 14 വരെ നടക്കുന്നു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹരിനമ്പൂതിരി ഗുരുവായൂർ. സപ്താഹ പരിപാടികളുടെ 1-ാം ഭാഗം ഭക്തർക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ പ്രധാനമായും ഭാഗവത ശ്രവണത്തിന് പ്രാധാന്യം കൊടുക്കുക. ഭാഗവത ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഭാഗവതം പഠിക്കാൻ തുടങ്ങുന്നവർക്ക് വേണ്ടി ഭാഗവതത്തിലെ സ്കന്ധം, അധ്യായം, ശ്ലോകം എന്നീ ക്രമത്തിൽ ഞങ്ങൾ നമ്പർ ചേർത്തിട്ടുണ്ട്. എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുമല്ലോ. എല്ലാ ഭവനങ്ങളിലും ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഉണ്ടായിരിക്കണം. അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും വേണം. ഹരി ഓം. ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടതൊക്കെ കൊടുക്കണം, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. യാഗം വേണം, പിന്നെ നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അല്ലാണ്ട് ഈശ്വരനെ സേവിക്കാണ്ടിരിക്കരുത്. ഈശ്വരനെ സേവിക്കണം. അസ്ഥി ചെയ്ത് ഈശ്വര കശ്ചിൽ, ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ട് എന്നൊക്കെ നല്ലോണം പറഞ്ഞു. അപ്പൊ വേനൻ മഹർഷിമാരുടെ അടുത്തേക്ക് തട്ടിക്കേറി, നിങ്ങൾക്കൊക്കെ എന്തറിയ താടിയും വെച്ച് സന്യാസിമാരെ പോലെ രുദ്രാക്ഷോട്ട് നടക്കുന്ന വല്ല കാര്യമുണ്ടാ? ഞാനാണ് ഈശ്വരൻ, രാജാവാണ് ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഈശ്വരനെ പോലെ. വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ, വേദങ്ങൾ പറയുന്നു രാജാവാണ് ഈശ്വരൻ. പിന്നെ നിങ്ങൾ ഈ വേറെ വിഗ്രഹം വെച്ച് പൂട്ടിട്ട് എന്താ കാര്യം? എന്നെ പൂജിക്കാൻ പറയൂ. ഹതം അച്യുത നിന്ദയാ, ഈശ്വരനെ നിന്ദിച്ചു സംസാരിച്ചു വേനനെ. അവർക്ക് ഹുങ്കൃതൈ, ഒരു ഹുങ്കാരം മാത്രമേ വേണ്ടി വന്നുള്ളൂ. അവരുടെ ആ ഹുങ്കാരം കൊണ്ട് മാത്രം വേനൻ ചത്തു വീണു. നോക്കൂ, നിരീശ്വരവാദത്തിന്റെ എത്ര കോട്ട കൊത്തളങ്ങള് ഉപരി വിന്യസ്ത നിലയേഷു മുളയ്ക്ക് കെട്ടിണ്ടാക്കിയാലും അതൊക്കെ തട്ടി തകർക്കാൻ ഗുരുവായൂരപ്പന്റെ പാദത്തിൽ തട്ടി വരണ ഒരു ഭവൽ പദാംഭോജ സുധാ കണ അനിലെന്ന് പറഞ്ഞ കാറ്റ്. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ തട്ടി വരുന്ന ഒരു കാറ്റ് മാത്രം മതി. അത്രയേ ഉള്ളൂ ഈ നിരീശ്വരവാദികളുടെ ശക്തി. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ എന്ത് നിരീശ്വരവാദം? വേനൻ ചത്തു വീണു, രാജ്യം ഭരിക്കാൻ വീണ്ടും ആളിന്ത്യയുടെ ജനങ്ങളുടെ പട്ടിണി, ദാരിദ്ര്യം, കള്ളന്മാരുടെ ശല്യം വല്ലാണ്ട് വന്നു. വേനലുള്ള സമയത്ത് കള്ളന്മാരുണ്ടായിരുന്നില്ല. കാരണം നല്ല ശിക്ഷ കൊടുക്കും വേനൻ. ഇപ്പൊ വേനനും കൂടി മരിച്ചപ്പോ കള്ളന്മാരുടെ ശല്യം കൂടി, അല്ലെങ്കിൽ തന്നെ ദാരിദ്ര്യം, അതിൻ്റെ ഇടയിൽ തട്ടിപ്പറിക്കിയ ആൾക്കാർ, കുറച്ചുള്ള ആൾക്കാരെ ഇത് കൂടി തട്ടിപ്പറിച്ച് കൊണ്ടുപോകുക. ഇല്ലാത്ത ആൾക്കാർ എല്ലാവർക്കും ദാരിദ്ര്യം, മരണങ്ങള്, ദുർമരണങ്ങള്, പട്ടിണി, വെള്ളം കുടിക്കാനില്ല, ഭക്ഷണം കഴിക്കാനില്ല, ജനങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടി. അപ്പൊ ഭഗവാൻ എന്താ, മഹർഷിമാര് വന്ന് വേനന്റെ ശരീരം സുനീത പാലയാമാസ വിദ്യായോഗേന ശോചതി. സുനീത അമ്മ, വേനന്റെ അമ്മ, വേനന്റെ ശരീരം, മൃതശരീരം എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ചിരുന്നു. സ്നേഹം കൊണ്ട്, മകനോടുള്ള സ്നേഹം കൊണ്ട്. അപ്പൊ എന്തായി, മഹർഷിമാരാ ശരീരം മഥനം ചെയ്തു. മഥനം ചെയ്തപ്പോ ആദ്യം വേനന്റെ ശരീരത്തിൽ നിന്ന് ആ ചീത്ത അംശങ്ങളൊക്കെ ഇല്ലാണ്ട് ആയിപ്പോയി. ഒരു രൂപം സ്വീകരിച്ചു. ഹ്രസ്വവാൻ നിന്ന് നാസാഗര രക്താക്ഷ താമ്രമൂർധ കാകകൃഷ്ണവതി ഹ്രസ്വാംഗ. കറുത്ത നിറത്തിൽ ഉയരമൊന്നുമില്ലാണ്ട് നിമ്ന നാസാഗ്ര, കുഴിഞ്ഞ മൂക്കുമായിട്ട്, ഉള്ളിലേക്കുള്ള ചെറിയ ഉണ്ട മൂക്കുമായിട്ട്, ഉണ്ടക്കണ്ണൻ താഴ്ച, കറുത്ത ഇരുണ്ട് തലമുടിയൊക്കെ പറിച്ചിട്ട് വലിയൊരു രൂപം, ക്രൂരമായിട്ടുള്ള ഒരു രൂപം പുറത്തേക്ക് ചാടി. ആദ്യം മഥനം ചെയ്തപ്പോഴേ സ നിഷാദ തതോ നിഷേധേത്യ അപൂർവം സ്ഥാത. നിഷാദന്മാരിൽ, കാട്ടാളന്മാരുടെ ആദ്യത്തെ ആളായിട്ട് അയാളെ പറഞ്ഞയച്ചു കാട്ടിലേക്ക്. വീണ്ടും ആ വലത്തെ കൈ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമബദ്ധ്യത. വലത്തെ കൈ മഥനം ചെയ്തപ്പോഴാണ് അതിന്ന് സാക്ഷാൽ ഭഗവാൻ വിഷ്ണോരംശ, ഭഗവാൻ നാരായണാംശജാതേന ഭഗവാൻ പൃഥു ആയിട്ട് അവതരിച്ചു. ഭഗവാന്റെ പൃഥു അവതാരം വർണ്ണിച്ചു. പൃഥു ഭഗവാനെ എല്ലാവരും സ്തുതിച്ചു. ഓരോരുത്തരും ഓരോ സമ്മാനങ്ങൾ കൊടുത്തു. ആ പൃഥു നടത്തുന്ന ഭരണപരിഷ്കാരങ്ങള് അതൊക്കെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത്. പൃഥുചരിത പറനിറക്കല് വളരെ കുറവാണ്. രുക്മിണീശ്വരത്തിനും കൃഷ്ണാവതാരത്തിനും മാത്രമല്ല പറനിറക്കേണ്ടത്. പിന്നെ എല്ലാ ദിവസവും ഭാഗവതത്തിലെ സപ്താഹത്തിലെ പറനിറക്കാം. കാരണം മന്ത്രങ്ങളാണ് ഇപ്പോഴും. ആ മന്ത്രധ്വനിയുടെ സാന്നിധ്യത്തിൽ പറനിറക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടുതലാണ്. അതാണ് സപ്താഹങ്ങൾക്ക് പറനിറക്കാൻ ഇത്ര പ്രാധാന്യം. ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്നു. അതുകൊണ്ട് എല്ലാവരും പറനിറക്കണേൽ പങ്കെടുക്കുക. അന്നദാനത്തിലും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നാളെ നരസിംഹാവതാരാണ്. വൈകിട്ട് 5 മണിക്കും 5:30ക്കും ഇടയിൽ. ആ സമയത്ത് പാനകം പ്രധാന വഴിപാടാണ് നരസിംഹമൂർത്തിക്ക്. ആ പാനകം എല്ലാവരും ചീട്ടാക്കുക, വഴിപാട് പ്രസാദമായിട്ട് തിരിച്ചു വാങ്ങുക. നരസിംഹമൂർത്തിയുടെ അനുഗ്രഹത്തിനും എല്ലാവരും പാത്രീഭൂതരാക്കുക. എല്ലാ ദിവസവും വൈകുന്നേരമാണ് അവതാരങ്ങൾ വരിക. 4-ാം ദിവസം കൃഷ്ണാവതാരം,
പഴം പട്ടുമുളകും വെണ്ണ അതൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു തട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയത് നന്നായി. അത് വെക്കുക, ഭഗവാന് സമർപ്പിക്കുക. 4-ാം ദിവസം വൈകുന്നേരം, 5-ാം ദിവസം വൈകുന്നേരം രുക്മിണി സ്വയംവരാണ്. അതിലും ആ സമയത്തും അതെ പുടവ സമർപ്പണം അതൊക്കെ വിശേഷമാണ്. പിന്നെ ആ ഘോഷയാത്ര അതിനൊക്കെയുള്ള ഏർപ്പാടുകൾ നേരത്തെ ചെയ്യുക. രുക്മിണിയെ എടുക്കാനുള്ള ഒരു കന്യക, വിവാഹം കഴിയാത്തൊരു പെൺകുട്ടി ആരാച്ച ആദ്യം തീരുമാനിക്കുക. ഘോഷയാത്രയുടെ തീരുമാനങ്ങൾ, അറേഞ്ച്മെന്റ്സ് ഒക്കെ നേരത്തെ നടത്തുക. 5:30 കൃത്യം 5:30 അല്ലെങ്കിൽ 5:45 മാക്സിമം, അതിനപ്പുറം പോകരുത്. രുക്മിണി ദേവി എഴുന്നള്ളിച്ചോടെ കൊണ്ടുവരാം. മുൻകൂട്ടി പറയണമെന്ന് മാത്രം, അതിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണമെന്ന് മാത്രം. കുചേലവൃത്തത്തിന് അവിൽ കിഴി സമർപ്പിക്കുക. ഉച്ചയ്ക്കാണ്. 6-ാം ദിവസം ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴേക്കും കുചേലവൃത്തം. പിന്നെ 7-ാം ദിവസം സമർപ്പണം. യജ്ഞപ്രസാദം സ്വീകരിച്ച് നമ്മളൊക്കെ സപ്താഹ ഭഗവത് സമർപ്പണത്തിൽ പങ്കെടുക്കാനും നമ്മളൊക്കെ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2:30 ആരംഭിക്കാം സപ്താഹം. ഇന്നത്തെ പ്രസാദ ഊട്ട് വഴിപാട് ചെയ്തിട്ടുള്ളത് 2 പേരാണ്. ശ്രീ രജി പി നായർ, അമരാവതി ഹൗസ് നെയിം ആണ് തോന്നുന്നു, നഗരിപ്പുറം ഇവിടെ തന്നെയാണ്. ശ്രീ ജയറാം, കൽപ്പതാരു മെഡിക്കൽസ്, പത്തിരിപ്പാല. ഇവര് 2 പേരാണ്. അവർക്ക് 2 പേർക്കും അവരുടെ കുടുംബത്തിനൊക്കെ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ. നമ്മളുടെയൊക്കെ പ്രശ്നങ്ങളും ദുഃഖങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ മാറ്റിത്തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പനെ തിരുവമൃതയത്ത് സമർപ്പിച്ച് നമുക്കും അന്നദാനത്തിൽ പങ്കെടുക്കാമെന്ന് അറിയിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഈ അന്നദാനം കഴിഞ്ഞാൽ ഭഗവാന് തിരുവമൃതയത്ത് സമർപ്പിച്ചാൽ അപ്പൊ തന്നെ ആരെങ്കിലും ഒരാൾ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള എനിക്ക് മിക്സ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും പ്രസാദമായിട്ട് കഴിക്കാമെന്ന് പ്രത്യേകം പറഞ്ഞു. കൊണ്ടു നിൻ പൂവുടലയോ കാടുപോയി മണ്ണിലോടി കളിച്ചതോ മതി നലുണ്ണി മാമുണ്ണണേ മങ്ങിടുന്നു വിശപ്പാൽ നിൻമുഖം കിങ്ങിണി കിഴിഞ്ഞിടുന്നു നിന്നമ്മക്കിതു കാണാൻ വയ്യല്ലോ കണ്ണനുണ്ണി മാമുണ്ണണേ വറുത്തു പേരിയും കാളനം ചോറും കട്ടത്തൈരം ചമ്മന്തിയും വെണ്ണനെയ്യം വിളമ്പി തുണ്ടിതാ കണ്ണനുണ്ണി മാമുണ്ണണേ ഉപ്പുമാമ്പഴം രാമയ്യം കറി ഉപ്പിലിട്ടതു പപ്പടം ഇന്നിതെല്ലാം വിളമ്പിട്ടുണ്ടിതാ കണ്ണനുണ്ണി മാമുണ്ണണേ നിന്നോടെ പൊന്നിൻ കിണ്ണത്തിൻ ചുറ്റും ധന്യരാം ഗോപബാലന്മാർ കിണ്ണവും വെച്ചു കാത്തിരിക്കുന്നു കണ്ണനുണ്ണി മാമുണ്ണണേ കുംഭം ചൂരലും കച്ചത്തിൽ വയ്ക്കാം പമ്പരം വയ്ക്കാം അംഗത്തിൽ അന്യന്മാരാരും പന്നിടൂക്കില്ല കണ്ണനുണ്ണി മാമുണ്ണണേ കൃഷ്ണയോടെ വരുന്നു ശങ്കരൻ വിഷ്ണുമാല്യ ഉണ്ണാനും പുണ്യം നേടാനും ആകവേഗത്തിൽ കണ്ണനുണ്ണി മാമുണ്ണണേ ലാക്കു നോക്കുന്നു നീയുണ്ട ചിന്നം നക്കി തോട്ടി നുണയ്ക്കുവാൻ ഭിന്നവർ വേടാലംഗം പൂണ്ടവർ കണ്ണനുണ്ണി കൂട്ടിയുണ്ണാൽ ചൂർണ കുന്തളം നീളം വയ്ക്കില്ല കണ്ണനുണ്ണി മാമുണ്ണണേ ആരോ കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയി പൂച്ച കൊണ്ടുപോയി ചോറെല്ലാം പിന്നത്തിയൊന്നും ഇല്ലാതായി കണ്ണനുണ്ണി
ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ശരണം മേ തവ ശരണേകം അവനപ്രേശ രാധാകൃഷ്ണ ശരണം മേ തവ ശരണേകം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ശരണേകം സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ശരണേകം ശബരിഗിരീശ ശാസ്ത്രമൂർത്തേ ശരണം മേ തവ ശരണേകം ഗുരുഭവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ശരണേകം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 हे हरे आशीर्भंगं हे मे सदस्यः क्षमावयदात्मानमुष्यच्छन्दमहसि सुधियस्साधुवादोके नरदेव नरोत्तमा नाविद्रियन्ति भूदेभ्यो यर्गिनात्मा कडेवरं पुरुषायति मुख्यन्ति द्वादृशा देवमाययाश्रम एव वरं जातो दीर्घया वृद्धसेवया अनगायमिमं विद्वान् अविद्याकामकर्मभिः आरब्धैदिनैवास्मिन् प्रतिबुद्ध्वानुषज्जते असंसक्तशरीरस्मिन् अमनोत्पादिते गृहे अपत्ये त्रिविणेवापि ककुर्यान् ममतां बुधा एव शुद्ध स्वयं ज्योतिर्निर्गुणा सर्वगुणाश्रय सर्वगुणामृतसाक्षी निरात्मात्मात्मनः पर एवं सदमात्मात्मस्थं वेद पुरुष नाच्यते प्रतिष्ठोऽपि तद्गुणैः समैस्थिता यस्वधर्मेण मां नित्यं निराशीषते अन्विता भजते शनकैस्तस्य मनोराजन् प्रसीदति परित्युक्तगुणः सम्यक् दर्शनोऽपि सदादय शान्तिं मे समवस्थानं ब्रह्मकैवल्यमश्नुते उदासीनवाद्यक्षं द्रव्यज्ञानक्रियात्मनं कूटस्थमिममात्मानं यो वेदाप्नोति शोभनं भिन्नस्य गुणप्रभावो द्रव्यक्रियाकारकचेतनात्मना दृष्टासंपर्शविमर्शसूर्ययो विक्रियन्ते मयि बद्धसौहृदाः समस्तमेनोत्तममध्यमाधमं सुखे च दुःखे चिदेन्द्रियाश्रय मयोपवृत्ताखिललोकसंयुधो ध्वजवीराखिललोकरक्षणं शय्यप्रजापालनमेव राज्ञोऽयं साम्भराये सुकृतास्त्रवंशं हर्तान्यदा कृतपुण्यप्रजानामरक्षिता करहरो भवति एवं निजाग्र्यानिवदानिवृत्तधर्मप्रदान्यतमो विदास्यं ह्रस्वेन गानेर्गो गृहोपयादान् सिद्धानरक्तरोग वरञ्जमल्कञ्जमानवेन्द्र वृणीशदेहं गुणशीलेन्द्रिण नागं मगे मैसुरवस्तभोभिर्योगेन वाय समचित्तभक्ति मित्रयवाच सहितं लोकगुरुणा विचक्षणेन विश्वजिरे परिशोधनादेशं चिल्लाजगृहरेः स्वशन्तं पादयो प्रेम्णा व्रीडितं स्वेन कर्मेण चदक्रदं परिषज्य विद्वेषं विसृजः भगवान् विश्वात्मा प्रतिनो भगदार्गण समुज्जीवानया भक्त्या गृहीतेर्णां पूजा प्रस्थानाभिमुखोऽप्येमनुग्रह विलम्बित पश्यन् पद्मनाशाक्षो न प्रदस्ते सुस्तदा सादिराजो रिजराजहरिं विलोकितं नाशकदश्रुलोचन न किञ्चनो वाचसबाष्पविक्लवो हृदोपगुह्यो गुह्यामुमुधावस्थिता अदावृज्याशकना विलोकयन् अतृप्तदृग्गोचरागपुरुषं पदास्पृशन्तं क्षितिमं सौन्दति विन्यसहस्ताग्रमुरं गविद्वेषादृवाच परान्विभो तद्वरदेश्वराद्भुतं कथं प्रणेदे गुणक्रियात्मना वेदारगाणामपि तन्दिदेकिना कानीश कैवल्यपदे ऋणेन च न कामयेनादतप्यहं क्वचिन् न यत्र युष्मश्चरणाम्बुजासव महत्तां दर्शनयान्मुगच्छुतो दर्शकर्णायुधमेषमेवर सप्तमश्लोकगच्छुतो भविल्पदां पोषदागणानिला स्मृतिं पुनर्विस्मृतत्वमना योगिनां नो वितरत्यरम्बरे यशस्यवन् सुश्रवार्य संगमे दृश्याजो विष्णोदिरेकसुर कथं गुणज्ञाविरमेद्विनावशम् सीत्यत्वव्रे गुणसङ्ग्रहे च भावजेत्वाय पुरुषोत्तमं गुणालयं पद्मकरे वनालसम् अप्यावयोरेकपदिस्पृतो कलत्नस्य कृतत्वच्छरणे गदानयो जगज्जनन्यां जगदीशमेषसं स्यादेव कर्मणिन समीहितं करोषि मल्गोऽप्यरुदिन वत्सर एव दिष्ण्येऽपीरतस्य अभिरस्य किं त्वया भजन्ति तत्त्वमदेव साधवो विदस्तमया गुणविभ्रमोदयं भवल्पदानस्मरणाधृतिः सदा निमित्तमन्यल्भगवन्न विद्महे मन्ये किरन्ति जगदां विमोगिनीं वरं प्रणीष्वेदिदन्तमाप्तयत् वाजानदन्त्यागतिते जनासिद कथं पुनः कर्म करोति मोहित त्वन्माययादाजन ईशखण्डितो यदन्यादाशस्त्रदात्मनाबुध यदा जरेद्बालगिदं पिता स्वयं तथा त्वमेवागतनः समीहिता नत्रयवज इत्यादिराजेन सविशदृक् समाहराजन् वै व्यक्तिरस्तुते द्वे निशीति मयि दिक्लाययामयामदे
സ്മൃത്യജ സത്യം കുരുമയാദിഷ്മപ്രമത്ത പ്രജാപതി തഥാദേശികോ ലോക സർവത്ര പ്രോനിരോപനം ശ്രേയവജ യജൈനരാജേപദന്ത്യാർത്ഥവത്മജ ഉചിതാനിരീത്വേനം ഗന്ധം ചക്രച്യുതോമതി ദേവജീവിതഗന്ധർവസിദ്ധയാരണമന്നക പുനരാക്ഷരസോമത്യ ഭഗ പൂജ്യാന ഭൂടാന്യനേകജ യജ്ഞേശ്വരയാരജ്ഞാവക്താഞ്ചരിഭക്തിത സഭാജിതേ സർവേ വൈകുണ്ഠാനികതപ്തദ ഭഗവാനഭിരാജർഷേ സോഭാധ്യായ സദാച്യുത ഹരണ്യമനോമുക്ഷ്യ സഖാവ പ്രത്യപദ്യത ദൃഷ്ടായ നമസ്കൃത്യ നൃപ സന്ദർശിതാത്മനെ അവ്യക്തായ ദേവാന ദേവായ സ്വപുരം യോ സർവം ശ്രീകൃഷ്ണാവചന വെറുതെ കളയണ്ട. ജനങ്ങളെന്ന് പറഞ്ഞു മഹാരാജാവേ നമുക്കൊരു യാഗം കൂടി ചെയ്യാം, ഞങ്ങളുണ്ട് കൂടെ. അങ്ങനെ യാഗങ്ങൾ കൂടി 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 ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തത്, അത് കഴിയുമ്പോഴേക്കും അടുത്തത്, അങ്ങനെ 99 യാഗവും കഴിഞ്ഞു, ഭംഗിയായിട്ട് കഴിഞ്ഞു ജനങ്ങളുടെ സഹകരണത്തോടു കൂടി. 100ാമത്തെ യാഗം ചെയ്തപ്പോഴാണ് അവിടെ ഒരാൾക്ക് ഒരു സുഖായില്ല, അസൂയ, വിജികാംസം. ഇന്ദ്രന് ദേവേന്ദ്രനൊരു അസൂയ. അപ്പോ തന്റെ സ്ഥാനം പോവോ, 100 യാഗം ചെയ്ത ശതക്രതു എന്നുള്ള പേരാ. ദേവേന്ദ്രന്റെ യോഗ്യതയാണ്. ഓരോരുത്തർക്കും ഓരോ യോഗ്യതയില്ലേ. ഇപ്പൊ നെറ്റ്, നീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. ഈ ദേവേന്ദ്രനാവാനുള്ള യോഗ്യത ആണ് 100 യാഗം ചെയ്യണം. ഇവിടെ 100ാമത്തെ യാഗം. അപ്പൊ ഈ പൃഥു തന്റെ സ്ഥാനം തട്ടിപ്പറിക്കുമോ എന്നൊക്കെ തോന്നി ഇത്ര ദേവേന്ദ്രൻ. നോക്കൂ, 99 യാഗത്തിന് മാന്യസ്ഥാനത്തിൽ യാഗഭാഗം വാങ്ങി തട്ടിയിട്ട ആളാ പൃഥു മഹാരാജാവിന്റെ കയ്യിൽ നിന്ന്. ഇപ്പൊ 100ാമത്തെ യാഗം പൃഥുവിന്റെ മുടക്കാനാണ് ദേവേന്ദ്രൻ നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ചീത്ത മനസ്സ്, സ്വാർത്ഥത നോക്കും. ഭഗവാന്റെ അംശം തന്നെയാ ദേവേന്ദ്രനും. എന്നിട്ടും ആ സ്വാർത്ഥത. ദേവേന്ദ്രൻ യാഗപശുവിനെ മറച്ചു തന്റെ മായ കൊണ്ട്. പെട്ടെന്നൊരു ഇരുട്ട്. അപ്പൊ ഇരുട്ടും വെളിച്ചോ മഴയും ഒക്കെ ദേവേന്ദ്രന്റെ നിയന്ത്രണത്തിലാണെന്നാണ് വെപ്പ്. പെട്ടെന്ന് കണ്ണ് കാണാണ്ട് ഈ യാഗപശുവിനെ കാണാനില്ല, കുതിരയെ കാണാനില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാം? വെളിച്ചം വന്നപ്പോഴേക്കും കുതിരയെ കാണാനില്ല. അപ്പൊ വിജിതാശ്വൻ, പൃഥുവിന്റെ മൂത്ത മകന, അദ്ദേഹം എവിടെയോ പോയി കൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുക ദേവേന്ദ്രനെ. കുറെ കഷ്ടപ്പെട്ട് അതൊക്കെ കണ്ടുപിടിച്ച് കുതിരയെ കൊണ്ടുവന്ന് കിട്ടി. ലൈറ്റ് കെടുത്തി മോഷണം ചെയ്യും. പണ്ടൊക്കെ ഗുരുവായൂരമ്പലത്തിലുണ്ടായിരുന്നു. പെട്ടെന്ന് അത്താഴപൂജയൊക്കെ തൊഴുത് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് കണ്ണടച്ച് പെട്ടെന്ന് കറണ്ട് അങ്ങോട്ട് പോകും. കറണ്ട് വരുമ്പോഴേക്കോ മാലയും വളയൊന്നും ഉണ്ടാവില്ല കയ്യിൽ. ഇത് പണ്ടേ തുടങ്ങിയതാ. പൃഥു മഹാരാജാവിന്റെ കാലത്ത് ദേവേന്ദ്രൻ ആ തന്റെ പ്രകാശം, തന്റെ ശക്തി കൊണ്ട് പ്രകാശം ഇല്ലാണ്ടാക്കി. പ്രകാശം വന്നപ്പോഴേക്കും കുതിരയെ കാണാനില്ല. അത് കഴിഞ്ഞ് കുതിരയെ കൊണ്ടുവന്നു. വിജിതാശ്വൻ വീണ്ടും യാഗം ചെയ്യാൻ പുറപ്പെട്ടപ്പോഴാണ് പെട്ടെന്നൊരു മൂടൽമഞ്ഞ്, വല്ലാത്ത മഞ്ഞ്, കണ്ണ് കാണാനില്ല. മൂടൽമഞ്ഞൊക്കെ പോയപ്പോഴേക്കും വീണ്ടും കുതിരയെ കാണാനില്ല ദേവേന്ദ്രനോട്. ഇങ്ങനെ ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അവസാനം ദേവേന്ദ്രനാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലായി എല്ലാവർക്കും. മഹർഷിമാരൊക്കെ പറഞ്ഞു. പൃഥു മഹാരാജാവിന് മനസ്സിലായി താമസമില്ല, താനൊരു നല്ല കാര്യം ചെയ്യാൻ പുറപ്പെട്ടിട്ട് ഇത് മുടക്കുകയാണല്ലോ ദേവേന്ദ്രൻ. എന്നാണ് ദേവേന്ദ്രൻ വേണ്ട ഇവിടെ എന്ന് വിചാരിച്ച അദ്ദേഹം വാളൂരി വെട്ടി കൊല്ലാൻ പുറപ്പെട്ട ദേവേന്ദ്രനെ. അപ്പോഴേക്കും മഹർഷിമാര് പറഞ്ഞു, നോക്കൂ, അങ്ങ് യാഗം ദീക്ഷിച്ചിരിക്കുന്ന ആളാ, യജമാനനാ. യജമാനന് യജ്ഞ പശുവിനെ കുതിരയെ കൊല്ലാൻ മാത്രമേ അധികാരമുള്ളൂ, വേറെ ഹിംസ അധികാരമില്ല ഈ സമയത്ത്. അതുകൊണ്ട് ദേവേന്ദ്രനെ ഞങ്ങൾ കൊന്നോളാം എന്ന് പറഞ്ഞ മഹർഷിമാര് നെയ്യെടുത്തു. സ്രുവത്തില് അവരിതാ ഹോമിക്കുക നെയ്യ്. അവർക്ക് ആയുധവും വാളൊന്നും വേണ്ട. വാളല്ലൻ സമരായുധം ക്ഷണക്ഷണധ്വാനം മുഴക്കിയിടുവാനാളല്ല. കവികളൊക്കെ പാടുന്നു. അവർക്ക് വാളിന്റെ ഒന്നും ആവശ്യമില്ല സജ്ജനങ്ങൾക്ക്. അവർക്ക് ശക്തി ഉണ്ട്, ആധ്യാത്മിക ശക്തി, ഗുരുവായൂരപ്പനെ സേവിച്ചിട്ടുള്ള ശക്തിയാ, മന്ത്രശക്തി. അവരാ ഹോമിച്ചിട്ട് നെയ്യ് അങ്ങോട്ട് ഹോമിക്കാൻ എടുത്തപ്പോഴേക്കും ദേവേന്ദ്രൻ അവിടെ മുമ്പിലിരിക്കുന്ന മാന്യസ്ഥാനത്ത് സിംഹാസനത്തില് ദേവേന്ദ്രൻ സിംഹാസനത്തിനോടുകൂടി അഗ്നിയിലേക്ക് ഇങ്ങനെ നീങ്ങാൻ തുടങ്ങി. അപ്പൊ ദേവേന്ദ്രന് മനസ്സിലായി തന്റെ കഥ ഏതായാലും കഴിയും. തൊട്ടടുത്ത് ബ്രഹ്മാവ് ഇരിക്കുന്നു. വേഗം ബ്രഹ്മാവിന്റെ കൈ പിടിച്ചു. രണ്ടാളും കൂടി പോവാ തീയിരിക്കും. താനെന്തായാലും പോവാ, എന്നാ കൂടെ ഒരാൾ കൂടി വന്നോട്ടെ. നോക്കണേ ദേവേന്ദ്രന്റെ സ്വാർത്ഥത. ബ്രഹ്മാവും പോന്നു തുടങ്ങി തീയിരിക്കും. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, പൃഥോ അങ്ങക്ക് എന്താ വേണ്ട? പേര് കിട്ടാനാണോ യാഗം നടക്കണേ? എന്നാ വലിയൊരു പേര്. തരിഹേകോന ശതക്രതു. ശതക്രതു എന്നുള്ള പേര് 100 യാഗം ചെയ്താൽ കിട്ടുള്ളൂ. അങ്ങക്ക് 99 യാഗം ചെയ്ത് അതിനേക്കാൾ വലിയ പേര് ഏകോന ശതക്രതു. ഒന്നൊഴികെ ബാക്കി 100 യാഗം ചെയ്ത ആള് എന്നുള്ള 99 നോട്ട് ഔട്ട് എന്നൊക്കെ പറയും ക്രിക്കറ്റിലൊക്കെ. അതുപോലെ 99 യാഗം ചെയ്ത ആള് എന്നുള്ള രീതിയിൽ. അപ്പൊ പൃഥു നീറ്റു. യാഗം നിർത്തൂ എന്ന് പറഞ്ഞു ബ്രഹ്മാവേ. പൃഥു പറഞ്ഞു, ഞാൻ പേരിനൊന്നല്ല യാഗം ചെയ്യുന്നത്, പ്രശസ്തിക്കുമല്ല, പിന്നെയോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യാഗം ചെയ്യുന്നത്, ജനങ്ങൾക്ക് നന്നാവാൻ വേണ്ടിയിട്ടാ. ഇനിയിപ്പോ നിങ്ങൾക്കൊക്കെ യാഗം നിർത്തുകയാണോ നല്ലത്? എന്നാ ഞാൻ യാഗം നിർത്താനും തയ്യാറാണ്, ഞാൻ നിർത്താലോ. പവിത്രം ഒരു വിരാമസ്ഥാവൽ. അപ്പം അങ്ങോട്ട് കഴിഞ്ഞു, യാഗങ്ങൾ നിർത്തി. ഒരു മടി ഉണ്ടായില്ല അദ്ദേഹത്തിന്. ഇതങ്ങോട്ട് കണ്ടപ്പോഴേ ഗുരുവായൂരപ്പൻ അവിടെ ഇരിക്കുന്ന സദസ്സിൽ അവിടുന്ന് നീക്കും ഭഗവാൻ. അതുവരെ ഉണ്ടാകാണ്ടിരിക്കുകയായിരുന്നു.
ഭഗവാൻ പറഞ്ഞു അങ്ങയുടെ ഈ സമചിത്തത മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള ഈ ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അത് നന്നായി, എനിക്ക് വലിയ ഇഷ്ടമായി. എന്താ അങ്ങക്ക് വരം വേണ്ടേ നോക്കണേ, ഓരോ ഗുണങ്ങളാണ് ഭഗവാനെ ആകർഷിക്കുക അല്ലെ. ചില ആൾക്കാരെ സൗഹൃദം, ഇപ്പൊ പ്രാചീന പരിഹസിന്റെ മക്കളോട് പ്രജേതസുക്കളോട് ഭഗവാൻ പറയുന്നത് തുഷ്ടോഹം സൗഹൃദേനവാ, നിങ്ങളുടെ ഈ സൗഹൃദം കണ്ടിട്ടാണ് 10 പേരോടും ഭഗവാൻ പറയുന്നു എനിക്ക് സന്തോഷമായത്. ഈ രന്തിദേവനോട് പറയുന്നു നിങ്ങൾ അങ്ങയുടെ ദാനശീലം കണ്ടിട്ട് ഞാൻ എന്താ സന്തോഷിച്ചു. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഗുണം. നമ്മളോട് ഭഗവാൻ എന്താ പറയാ, എന്ത് കണ്ടിട്ടാ സന്തോഷിക്കുക, ഒരു ഗുണമില്ല നമുക്ക്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം, ഗുരുവായൂരപ്പ ഞങ്ങളുടെ ഒരു ഗുണമില്ലാത്ത ആ ഒരു ഗുണം കണ്ടിട്ട് ഗുരുവായൂരപ്പ ഞങ്ങളോട് സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും ഭഗവാന് സന്തോഷമായി. ഭഗവാൻ പറഞ്ഞു പൃഥു മഹാരാജാവേ നിങ്ങൾക്ക് എന്താ വരം വേണ്ട, എന്താ വെച്ചാൽ ചോദിച്ചോളൂ. ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് ഒരു വരവും വേണ്ട, പിന്നെ ഇവിടുന്ന് എന്തായാലും വൈകുണ്ഠത്തിലേക്ക് പോവല്ലേ, എന്നാ കൂടെ പോകുമ്പോ അടിയനെയും കൂടി കൊണ്ടുപോയാൽ മതി. അവിടുത്തെ പാദദാസ്യം ചെയ്തിട്ട് ഞാൻ ജീവിച്ചോളാം വൈകുണ്ഠത്തില്. അപ്പൊ ഭഗവാൻ അല്ല വൈകുണ്ഠത്തിൽ വന്നപ്പോ ലക്ഷ്മി ദേവി ഉണ്ട് എന്റെ പാദദാസ്യം ചെയ്യാൻ. അപ്പൊ ലക്ഷ്മി ദേവി ഇപ്പൊ എന്താ ചെയ്യാം? അപ്പൊ ഭഗവാനോട് പറഞ്ഞു പൃഥു മഹാരാജാവ് അല്ലയോ ഭഗവാനെ അങ്ങ് ഒരു കാര്യം ചെയ്തോളൂ, ലക്ഷ്മി ദേവി അങ്ങോട്ട് ഉപേക്ഷിച്ചോളൂ കേട്ടോ, എന്നിട്ട് എന്നെ സ്വീകരിക്കുക. ലക്ഷ്മി ദേവിക്ക് ഇപ്പൊ ഇവിടുത്തേക്ക് ഇപ്പൊ ലക്ഷ്മി ദേവി എങ്കിലും കഴിഞ്ഞുവിടാൻ പറ്റും, പക്ഷെ അടിയനെ ഇവിടുന്ന് ഞാൻ കഴിഞ്ഞുവിടാൻ പറ്റില്ല. പൃഥുവിന്റെ ആ ഭക്തി ഇങ്ങനെ കാണിച്ചു. വിധൽസ്വ കർണായുധമേഷമേ ഗുരുവായൂരപ്പ എവിടൊക്കെ ഗുരുവായൂരപ്പന്റെ കഥകള് ഭക്തന്മാര് പാടുണ്ടോ, സ്തുതികള് സ്തോത്രങ്ങള് ഭാഗവത പാരായണം നാരായണീയം ഗീതാപാരായണം ഭഗവാനെ പറ്റിയിട്ട് എന്തൊക്കെ സ്തോത്രങ്ങൾ സ്തുതികൾ നടക്കുന്നുണ്ടോ ലോകത്തിൽ, അതൊക്കെ കേൾക്കാൻ തക്കോണം ആയുധം 10,000 ചെവിയുടെ ഒരു ശക്തി അടിയന് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണു. ഭഗവാന് സന്തോഷമായി. ഭഗവാൻ പൃഥുവിന്റെ ഉള്ളിലേക്ക് അന്തർധാനം ചെയ്യുന്നു. ഇതാ പൃഥു മഹാരാജാവ് നല്ല നല്ല ഉപദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത്, സനകാദികളെ പോലുള്ള നവയോഗികളെ പോലുള്ള ആൾക്കാരൊക്കെ കാണുന്ന നേരത്ത് പൃഥു മഹാരാജാവ് തനിക്ക് വേണ്ട ഉപദേശങ്ങൾക്കൊന്നും അറിയാത്ത പോലെ, ഭഗവാൻ ജ്ഞാത സർവാർത്ഥ എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ, എന്നാലും അവരുടെ നിന്നൊക്കെ നല്ല നല്ല ഉപദേശം സ്വീകരിക്കണു. പൃഥു മഹാരാജാവ് സ്വന്തം ധാമത്തിലേക്ക് പ്രജാപതി ജഗതത്വം നിഷ്പാദേശുരാദേശോ ആത്മജേഷു ആത്മജാന്യസ്യ പ്രജാസ്വീക സദാരോഗോപനം തത്രാഭ്യധഗ്നേമ വൈധാനസംമദേ ആരബ്ധൃതപസീദാസു വിജയപുരം ചന്ദ്രമൂലമനാഹാര ശുഷ്കവർണാശനക്കൊലിലപ്പച്ചകതിൽ പക്ഷാൻ വായുവക്ഷതപരം ഭീഷ്മേ പഞ്ചതഭാവീരോപക്ഷാസു ആസാക്ഷാൻ മുനിയും ആകണ്ഠമഗ്നജീരയുതകീസ്തണ്ടിരേചയാതിരിക്ഷോരിതവാഗ്ധാന്ത ഉദയദാതിനാലാദിരാധൈഷകൃഷ്ണം അജരത്തവോത്തമം തേനക്രാന സിദ്ധേന ദുഷ്ടകർമാവലാശയ പ്രാണായാമൈ സംനിരുദ്ധഷഡ്വർഗച്ഛിന്ന സന്തനം സരൽകുമാര ഭഗവാൻ യഥാ ആധ്യാത്മികംബരം യോഗം തേനയോ പുരുഷശഭാം ഭഗവദ്ധർമ്മിണ സ്നാദോഷധ്യായുതസ്പദ ഭക്ഷ്യ ഭഗവതി ബ്രഹ്മണ്യനന്യ വിഷയാഭവതേ സസ്യാനയാ ഭഗവതി പരികർമ്മ ശുദ്ധ സത്വാത്മനസ്തനം സംസ്മരണാനുഭൂത്യ ജ്ഞാനം വിരക്തിവദഭൂനിശിതേന ചിത്തേതു സംക്ഷേപദം നിരജീവഘോഷ ചിന്നാന്യധീരധിഗത ആത്മഗതിർനിരീഹാം ചിന്യാന്യധീരധിഗത ആത്മഗതിർനിരീഹത്യജേച്ചിനദിതം പയ്യനേനയേന താവന്നയോഗഗതിവേർയതിരപ്രവത്തോ യാവൽഗതാകൃതഗതാസുരതിന്ന കുര്യാ ഏവം സവീരപ്രവര സംയോജ്യ ആത്മാനമാത്മനേ ബ്രഹ്മബോധവരണം കാലേ പ്രത്യാജസം കളേവരം സംപീഡ്യവായും വാർത്തവ്യമായോ സ്വാരേഞ്ചനേ രാഭ്യാം കോട്ടേഷു സ്ഥാപ്യ കണ്ഠശീഷ്ണേ പുൽസർപ്പയം സുമത്തം മോദ്രീക്രമേണാവേശസ്പൃഹാവായും വായുചിതോകായം തേജസ്തേജസ്യൂജിതം തോയി യഥാസാനുഭാഗജാചിതീമംബലിതേജസ്യതോ വായോ നപസ്യവം ഇന്ദ്രിയേഷു മനസ്താരിതനാഥേഷു യഥോഗമം ഭൂതാദിനാമുനുകൃഷ്യമഗത്യാത്മനി സന്ധരീതം സകവണം ജ്ഞാസഞ്ജീവിമായാവയും യഥാത് സംചാരക്ഷേമാത്മസ്തം അവസാനശീപുമാൻ ജ്ഞാനമേഘാകിവീരണ സ്വരൂപസ്ഥോ അധികാൽ പ്രഭോഃ അത്യുന്നമഹാരാജ്ഞി തത്പത്യനുഗതാപനം സുഭൂമായ ദർഹയാചാര്യ പദ്ഭ്യാം സ്പർശനം പുമാം അതീവ ധർമ്മനിഷ്ഠയം ശുശ്രൂഷയാചാര്യദേഹയാത്രയം നാബിന്ദദാത്യം പരിഹസിതാവിസ ശ്രേയസ്കര സ്പർശനമാന നിർവൃതി ദേഹം വിപന്നാഗ്രചേതനാധികം പതിപ്രതിജ്ഞാത്മനം ആലക്ഷ്യ കിഞ്ചിച്ചു വിലപ്യ സാസതീചിതാധാരോ വേദദ്രിസാനുന്യം
വിദായ വിദ്യം ഗതിനി ജഥാപ്ലുതാദോദകം ഭർതൃദാരകർമ്മണ നത്വാ ദിവിസ്താം ത്രിദശാം ത്രിപരീചം വേഷവക്നിം ജായതി ഭദ്രവാദോ വിലോക്യാനികദാൻ സർവ്യം കൃതം വീരമനം പതിം തുഷ്ടകർമ്മരധാദേവേദപത്നി സഹസ്രജ കുർവദ്യകുസുമാസാരം തസ്മിൻ മന്ത്രധാനനെ നദസ്വരദൂര്യേഷോ ഗൃണന്തി സ്മരസ്പരം ദിവ്യ ഊജോ അഭോയം മധുർധന്യാചൈവം ഭൂപുജാം പദം സർവാത്മനിംഭേജേജ്ഞേശം ശ്രീ മധുരിമ ശിക്ഷാനവനം വ്രജത്യോർധവനപൈനം പതിം സതി പശ്യതാസ്മാദിത്യാക്ഷേതുവിഭാഗേന കർമ്മണ തേഷാം ദുരാപം കിം ധ്വന്യമത്യാന ഭഗവത്പദം ഭുവി ലോലായുഷ്യോ യേ വൈ നിഷ്കർമ്മ്യം സാധയന്ത്യുത സംചിത്തോ ആത്മദൃക്ഷേണ വദാപുവിൽ ലബ്ധ്വാവർഗ്യമാനുഷ്യം വിശേഷുഷജ്ജദേവിത്രേവച സുവസ്തുവദീശവരസ്ത്രീശോ ബദ്ലോകം ഗതാമതോ യമ്മാത്മനാതുര്യോ വൈന പ്രാപ്യച്ഛതാജ്വയം ഇത്തം ഭൂതാനുഭാവോ സൗകൃതസ്വഭാവ ഭഗവത്തമ കീർത്തിതം തസ്യേതമുദ്ധാമേതസ്യതി ഏതം സുമൽപുണ്യം ശ്രദ്ധയാവിത പഠേത് ശാവിയേ സുണയാൽ ഭാവി സ പദവീമിയാൽ ബ്രാഹ്മണോ പ്രവർച്ചസ്വീരാജേന്ദ്രപതി വൈശ്യ വിത്പതി സ്യാശൂദ്രസ്ത സപ്തമതാവിയാല് ത്രികത്വമാകർണ്യം നരോ നാര്യതമാതൃതം അപ്രസുപ്രസിതമോ ധനോധനവത്തമ അസ്പഷ്ടഗതി സുയശ ഊർധ്വോപതി പണ്ഡിത ഇതം സ്വസേനം പുംസാം അമംഗല്യമാരണം ധന്യമേസ്യം ആയുഷ്യം സ്വർഗ്യം പരിമലാപനം ധർമാത്രാമോക്ഷാണ സമ്യക് സിദ്ധിമഭീപ്സുഭി ശതൈതനുശ്രായം ചതുർണാ കാരണം പരം വിജയാഭിമുഖോ രാജ ശുദ്ധൈതദവ്യാദിയാകലിം തസ്മൈ ഹരന്ത്യഗ്രിരാജാരതവേദ മുക്ത്യാനിയ സംഭോഗവത്യവനാം ഭക്തിത്വഹൻ കനിന്യസേതം പുണ്യം ശൃണുയാ ശ്രാവീൽപ്പടേത് വൈദിവീര്യാവിഹിതം മഹാൻ മഹാകാത്മ്യസൂചകം അസ്മിൻ കൃതമതിമത്യ പാർത്ഥ്യവീം ഗതിമാപ്നുയാൽ അനുദിനമിതമാദരേണ ശൃണ്ണൻ ഋതുചരിതം പ്രദയൻ വിമുക്ത സംഗം ഭഗവതി ഭവ സിന്ധു പോദപാദേ സജനിപുണാം മനുഷ്യ സമം ശ്രീകൃഷ്ണ ഭഗവതി പരമ സംഗീതായ രുദ്രഗീതം യോഗാദി അറിയണവർക്കൊക്കെ കൂടെ ജപിക്കാം. മഹാദേവൻ പ്രാചീന ബർഹിസിന്റെ മക്കളായിട്ടുള്ള പ്രദേശത്തുക്കൾക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ്, ഭഗവാനെ പറ്റിയിട്ടുള്ളതാണ്. മഹാദേവൻ ഉപദേശിച്ചു കൊടുത്ത കാരണം രുദ്രഗീതം എന്നുള്ള പേര്, പിന്നെ യോഗാദേശം എന്നാണ് അതിന്റെ പേര്. ഭഗവാന്റെ അനവധി നാമങ്ങള്, ഗുരുവായൂരപ്പന്റെ അനവധി നാമങ്ങള് വരണ ഒരു മന്ത്രമാണ്. അറിയണവർക്കൊക്കെ കൂടെ ജപിക്കാം. എല്ലാവർക്കും കൂടി നമുക്ക് ജപിച്ച് സമർപ്പിക്കാം. മൈത്രേയോവാചാം വിജിതാശോഭിരാജാസി പ്രഭുത്ര പ്രതിഷ്ഠവാഭ്യോ ആദദാൽ കാഷ്ഠാ ഭാതൃഭ്യോ ഭ്രാതൃവത്സല ഹര്യക്ഷായാദിശൽ പ്രാചീൻ മൃഗേശായ ദക്ഷിണം പ്രതീചി മൃഗസംജ്ഞായ തുര്യാം തരിവനസേ വിഭും അന്തർധാനഗതിം ചക്രാലബ്ധ്വാ അന്തർധാന സംകൃതം അപത്യത്രയമാധത്ത ശിഖണ്ഡിന്യാം സുസമ്മതം പാവകപവമാനശ്ചാശുചിരിത്യാഗ്നേപുരാ അസിഷ്ഠജാവാതുൽപന്നാപുനരിയോഗഗതിം ഗതാ അന്തർധാനോ നഭസ്വത്യാം അവിർധാനമവിന്ദത ഇന്ദ്രമശ്വഹർത്താരം വിദ്വാനപിന്ന ജിഘ്നിവാൻ രാജ്ഞാമൃത്യം കരാദാനദണ്ഡശുൽക്കാദിദാരുണാം അന്യമാനോ ദീർഘസത്രവ്യാധേന വിസസർജഃ തത്രാപി ഹംസം പുരുഷം പരമാത്മാനം ആത്മദൃക് യജം സ്ഥലോകതാമപവിശേന സമാധിനാ ഹവിർധാനാധവിർധാനി വിദുരാസുതശൽസുതാൻ ബർഹിഷദം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം ബർഹിഷൽസു മഹാഭാഗോ ഹാവിർധാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാതോ യോഗേഷു ച ഗുരുദ്വഃ യസ്യേതം ദേവേജനമനേജ്ഞം വിതന്വതാം പ്രാചീനാഗ്രേ കുശൈരാസീതാസ്ത്രിതം വസുധാതലം സാമുദ്രീം ദേവദേവോക്താമുപേമേ ശതദൃഢിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ഠലംകൃതാം പരിക്രമതീം ദ്വാഹേ ചകമേ അഗ്നിശുകീമിവാം വിബുധാസുരഗന്ധർവമുനി സിദ്ധനരോരഗാഃ വിജിതാസൂര്യാദിക്ഷു കുണേന്ദ്യൈവ നൂപുരൈഃ പ്രാചീനമരിഷപുത്രാ ശതധൃത്യാം ദശാഭൻ തുല്യനാമവ്രതാ സർവേ ധർമ്മസ്നാതാ പ്രജേതസാം പിത്രാധിഷ്ഠാ പ്രജാ സർവേ തപസേ അർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചം തപസ്പതിം യദുകതം അധിഷ്ഠേന ഗിരിശേന പ്രസീദത തദ്ധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാ വിദുരവാചാം പ്രജേതസാം ഗിരിത്രേണ യഥാസീൽപതി സംഗമാം യദുതാഃ ഹരപ്രീതാഃ തന്നോ ബ്രഹ്മൻ വദാർത്ഥവൽ സംഗമഖലു വിപ്രർഷേ ശിവേന ശരീരിണാം ദുർലഭോ മുനയോ ദദ്ധ്യോ അസംഗാദ്യമഭീപ്സിതം ആത്മാരാമോപി യസ്ത്വസ്യ ലോകകൽപസ്യ രാധസേ ശക്തിയാ യുക്തോ വിചരതി ഘോരയാ ഭഗവാൻ ഭവ മൈത്രേയോവാചാം പ്രജേതസത്പിതൃവാക്യം ശിരസാ ആദായ സാധവ ദിശം പ്രതീചീം പ്രയയു തപസ്യാധൃതചേതസാം സമുദ്രമുപവിസ്തീർണം അപശ്യൻ സുമഹത്സരാം മഹന്മനയ സ്വച്ഛം പ്രസന്നസലിലാശയം
നീലരക്തോൽപലാംബുജകലഹാരി ഇന്ദീവരാഗനം ഹംസ സാരസ ചക്രാഹുകാരണ്ടവനികൂജിതം മത്തഭ്രമര സൗസ്വര്യ ഹൃഷ്ടരോമരതാംഘ്രിപം പത്മകോശരജ്യോതിക്ഷു ക്ഷിവിൽപവനോത്സവം തത്ര ഗാന്ധർവമാകർണ്യ ദിവ്യമാർഗമനോഹരം വിസിസ്മ്യു രാജപുത്രാസ്തേ മൃദംഗപണവാദ്യനു തർഹ്യേവ സരസതസ്മാത് നിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമാനം അമരപ്രവരം വിബുധാനുഗേയ തപ്പതഹേമനികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രണയമുർജാത കൗതുകാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രാചീന ബൃഹസിന്റെ മക്കള് പ്രജേതസ്സുകള് മഹാദേവനെ കാണുന്ന രംഗാണ് പറഞ്ഞിരിക്കുന്നത്. സദാൻ പ്രപന്നാർത്തിഹരോ ഭഗവാൻ ധർമ്മവത്സല ധർമ്മജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീത പ്രീതാനുവാച ശ്രീരുദ്രവാച യൂയംവേദിഷിതപുത്രാവിദിതം വശ്ചികീർഷിതം അനുഗ്രഹായ ഭദ്രവായകം തേ മേ ദർശനം കൃതം. യേ പരം രംഹസ സാക്ഷാത് ത്രിഗുണ ജീവസംഹിതായ ഭഗവന്തം വാസുദേവം പ്രപന്ന സപ്രിയോ ഹിമേ സ്വധർമ്മനിഷ്ഠ ശതജന്മഭിപുമാൻ വിരിഞ്ചതാമേതി തത പരം ഹിമം അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം പദം യഥാഹം വിബുധാത്കലാത്യേ അഥ ഭാഗവതാവേം പ്രയാസ്ത ഭഗവാൻ യഥാ നമ്മൾ ഭാഗവതാനം ച പ്രയാനന്യോസ്തി കരിഹിൽ ഇദം വിവിക്തം ജപദവ്യം പവിത്രം മംഗളംബരം വിശ്രേയസകരം ച വിശ്രൂയതാം തദ്വദാമി വാ മൈത്രേയവാചം ഇതി അനുക്രോശ ഹൃദയ ഭഗവാനാഹതാൻ ശിവ ബദ്ധാഞ്ജലീന്ദ്രാതിപുത്രാൻ നാരായണ പരോവച ശ്രീരുദ്രവാചാം ജിതം താത്മവിദ്ധിര്യ സ്വസ്തേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാധ്യം സർവസ്മാത്മനേ നമഃ. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ ഗൂഢസ്ഥായ സ്വരോജിഷേ സങ്കർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്തകായ ചാം നമോ വിഷ്ണുപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ നമോ നമോ അനിരുദ്ധായ ഹൃഷികേശേന്ദ്രിയാത്മനെ നമഃ പരമഹംസായ പൂർണ്ണായ നിഭൃതാത്മനെ സ്വർഗാവർഗദ്വാരായ നിത്യം ശുചിഷതേ നമഃ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ നമോ ഊർജക്ഷേത്രയാപതേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം നമഃ സർവരസാത്മനെ സർവസത്വാത്മദേഹായ വിശേഷായ സ്ഥവീയസേ നമഃ ത്രൈലോക്യപാലായ സഹോജോബലായ ച അർത്ഥലിംഗായ നഭസേ നമോ അന്തർബഹിരാത്മനെ നമഃ പുണ്യായ ലോകായ അമുഷ്മയേ ഭൂരിവർച്ചസേ പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ നമോ ആധർമ്മ വിപാകായ മൃത്യവേ ദുഃഖദായ ച നമസ്ത ആശിഷാമീശാമനവേ കാരണാത്മനെ നമോ ധർമായ ബൃഹദേ കൃഷ്ണായ ആകുണ്ഠമേധസേ പുരുഷായ പുരാണായ സാംഖ്യയോഗേശ്വരായ ച ശക്രിത്രയ സമേതായാം യക്ഷേ അഹങ്കൃതാത്മനെ ചേതാകുതിരുപായ നമോ വാചോ വിഭൂതേ ദർശനം നോതി ദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം സ്നിഗ്ധപ്രാവൃഘനശ്യാമം സർവസൗന്ദര്യസംഗ്രഹം ചാർവായതൃബാഹം സുജാതരുചിരാനനം പത്മകോശപലാശാക്ഷം സുന്ദരഭ്രുസുനാസികം സുദ്വിജം സുഖപോലാസ്യം സമകർണവിഭൂഷണം വേദിപ്രസിദ്ധ ആവാങ്കമണകേരുപശോഭിതം ലസൽ പങ്കജ കിഞ്ചൽക്കതുകൂലം മൃഷ്ടകുണ്ടലം കുരൽ കിരീടവലഹാരനോപുര മേഖലം ശംഖചക്രഗദാ പത്മമാലാമണ്യുക്തമർദ്ധിമൽ സിംഹസ്കന്ധത്യുഷോ ബിഭ്രൽ സൗഭഗ്രീവകൗസ്തുഭം ശ്രിയാനപായന്യ അക്ഷിപ്ത നികഷാസ്മോലസോല്ലസൽ പൂരതേജക സംവിഘ്നവലികൽകുതലോദരം പ്രതിസംഗ്രാമി വിശ്വം നാഭ്യാർത്തകഭീരാം ശ്യാമശ്രോണ്യധിരോ ജിഷ്ണുവികൂലസ്വർണമേഖലം സമചാർവംഘ്രിജംഘോരു നിമ്മനജാനി സുദർശനം പദാശരൽ പത്മപലാശരോചിഷ നഖദ്വിഭിർനോന്തരഖം വിധുന്നുതാം പ്രദർശേ സ്വീയമപാസ്തസാധ്യസമ്പദം ഗുരോ മാർഗഗുരുസ്തമോജുഷാം ഏതദ്രൂപമനുദ്ധേയം ആത്മശുദ്ധിമഭീപ്സതാം യൽ ഭക്തിയോഗോ അഭയദ സ്വധർമ്മമനുതിഷ്ഠതാം ഭവാൻ ഭക്തിമതാലഭ്യോ ദുർലഭ സർവദേഹിനാം സ്വാരാജ്യസ്യാപ്യ അഭിമതയകാന്തേന ആത്മവിൽഗതി തം ദുരാരാധ്യമാരാധ്യ സതാമപി സുദുരാപയാം ഏകാന്തഭക്തിയാ കോ വാഞ്ചേൽ പാദമൂലം വിനാബഹി എത്ര നിർവിഷ്ടമരണം കൃതാന്തോ ന അഭിമന്യതേ വിശ്വം വിധ്വംസേൻ വീര്യശൗര്യവിസ്ഫൂർജിതഭ്രുവ ക്ഷണാർത്ഥേന തുലേന സ്വർഗം നാപുനർഭവം ഭഗവത് സംഗീസംഗസ്യമർത്യാനാം കിമുദാശിഷാം അഥ ആനഘാംഘ്രേ തവ കീർത്തിതീർത്ഥേവ അന്തർബഹിസ്നാനവിധൂതപാത്മനാം ഭൂതേഷ്വനുക്രോശസ്സു സത്വശീലിനാം സ്യാൽ സംഗമോ അനുഗ്രഹേഷനസ്തവ നയസ്യ ചിത്തം ബഹിരാർത്ഥവിഭ്രമം തമോ ഗുഹായാം ച വിശുദ്ധമാവിശയം യൽ ഭക്തിയോഗാനുധീതമഞ്ജസ മുനിർവിചഷ്ടേനനു തത്ര തേ ഗതിം യത്ര യദം വ്യജ്യത്തെ വിശ്വം വിശ്വസ്മിൻ അവഭാതി യൽ തത്വം ബ്രഹ്മപരം ജ്യോതി ആകാശമിവ വിസ്തൃതം വ്യോമായേതം പുരുരൂപയാസജൽ വിഭക്തിഭൂയ ക്ഷപയാത്യവിക്രിയാം ക്ഷപയത്യവിക്രിയാം യൽ ഭേദബുദ്ധിസ്തതിവ ആത്മദുസ്ഥയാ തമാത്മതന്ത്രം ഭഗവൻ പ്രതീമഹേ ക്രിയാകലാപരിതമേവ യോഗിന ശ്രദ്ധാന്വിതാ സാധുയജന്തി സിദ്ധേ ഭൂതേന്ദ്രിയ അന്തഃകരണോപരക്ഷിതം വേദേ ച തന്ത്രേ ച തയേവ കോവിദാ
त्वमेकादि पुरुषसुपदशक्ति तयारतिस्तत्तमो विभिद्यते महानहं खं मरुदग्निवार्धराः सुदर्शयो भूतगणा इदं यथा सृष्टं स्वशक्तिरेतमनुप्रविष्टश्चतुर्विधं पुरमात्मा अंशकेन अधो विदुः तं पुरुषं सन्तमन्तर्भुं गदे हृषीकेर्मधुसारखं या शेषलोकानतिचण्डवेगो गीर्षसित्वं खिलकालयान भूतानि भूतेरनिमेततो घनानिर्वायुरिव आविशह्य प्रमत्तमुच्चेति कृतचिन्तया प्रवृद्धिलोभं विषयेषु लालसन्तुम् अप्रमत्ता सहसा अभिपद्यसे क्षुल्ये निहानो हिरिवाखुमन्दका कस्तुल्पदाब्जं विजहाति पण्डितो यस्तेव मानव्यमानकेतनां विशङ्कया अस्मल्गुरिरर्चति स्मये विनोपपत्तिं मनवश्चतुर्दश अथ त्वमसि नो ब्रह्मन् परमात्मन् विपश्चितां विश्वं रुद्रभयध्वस्तमगुरुश्चिभयादिति इदं जपद भद्रमो विशुद्धा नृपनन्दनाः स्वधर्ममनुतिष्ठन्तो भगवत्यार्पिताशयाः तमेव आत्मानमात्मस्थं सर्वभूतेषु अवस्थितं पूजेध्वं गृह्णन्तश्च ध्यानन्दश्चासकृद्धरिं योगादेशमुपासाद्य धारयन्तो मुनिवृतां समाहितते सर्वैतदा अभ्यसदा धृताः इदमाहुपुरास्माकं भगवान् विश्वसृक्पति भृग्वादीनामात्मजानां सिसृक्षुसं सिसृक्षतां ते वयं नोदिता सर्वे प्रजा सर्गे प्रजेश्वराः अनेन ध्वस्ततपसा सिसृक्ष्मो विविधा प्रजा अथेदं नित्यदायुक्तो जपन वहितपुमान् अजिराश्रयाप्नोति वासुदेवरायण श्रेयसामिह सर्वेषां ज्ञानं निःश्रेयसं परं सुखं दरति दुष्पारं ज्ञाननौर्व्यसनार्णवम् एवं श्रद्धयायुक्तो मद्गीतं भगवत्स्तवम् अधीयानो दुराराध्यं हरिमाराधयत्यसौ विन्दते पुरुषो पुष्माद्यदिच्छत्या सत्वरं मल्गीतगीताश्रेयसामेकवल्लभाल् इदं य कलियुत्थाय प्राञ्जलि श्रद्धान्वितां शृणुयात् श्रावयन्मर्त्यो मुच्यते कर्मबन्धनैः गीतं महेदं नरदेवनन्दना परसिपुंस परमात्मस्तवं जपन्ते एकाग्रधीस्तपो महच्चरध्वन्दे तदाप्स्यथेप्सितं श्रीकृष्णाय नमः श्रीमद्भागवते महापुराणे चतुर्थस्कन्धे चतुर्विंशोऽध्याय सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द കാലകന്യാഭിപൂജപുരഞ്ജനപുരം ഫലായയാഭിഭൂതപുരുഷ സദ്യോ നിസ്സാരരാമയാൽ തയപൂജ്യമാനം വൈരവനാഥം ദ്വാർഗർവിശ്വകൃഷം പ്രാതയം സകലാംപുരേൻ തസ്യം പ്രപീഠ്യമാനായം അഭിമാനി പുരഞ്ജനാവാഭൂരിവിധാം താവാൻ കുടുംബീമതാകുല കന്യോപകൂടോ നഷ്ടശേഖരണവിഷയാത്മക നഷ്ടപ്രജ്ഞാകൃതൈശ്വര്യോ ഗന്ധർവയോനെ ബലാലെ വിചീന സുബിരിം വീച്ച പ്രതികൂലാനനാദ്രതാൻ പുത്രാൻ പൗത്രാനുകാമാത്യഞ്ച് ആത്മാനകനയാഗ്രസംബഞ്ചാലനിരൂഷിതാൻ ദുരന്തമാവന്നോ നിലവേ തത്പ്രതിക്രിയാൻ കാമാനവിലശന്ധീനോ യാതയാമാശ്രന്യയാം വിഗതാത്മയുടെ സ്നേഹ പുത്രതാരാംശരാളയൻ ഗന്ധർവേണാക്രാന്തകാലകന്യമർദ്ദിനാകാലം പ്രജക്രമേ രാജാതം പുരീവനികാമത ലോകാന്തരം ഗതവതി മയ്യനാഥാകുടുംബിനെ ഭർത്തിച്ചതേ കഥം ത്വേഷ ബാലകാനനുശോചതി നമയ്യനാശിരേ ഭോക്തേനാ സ്നാദേ സ്നാദിനപരം മയിട്ടേ സുസംത്രസ്താഭക്തിദേ യദവാഗ്ഭയാൽ പ്രഭോദേതിമാവിജ്ഞം വ്യുഷിത്തേ ശോകനശ്ചിത വർമ്മൈദഘമേധിയം വീരസൂരവിനശ്വരി കഥം നിദർഗാദിനാദാരകേ വാപരായണ വർത്തിഷ്യന്തി മൈകദേ മിനനാവയോദതോ ഏവം ഗുണയാ ബുദ്ധ്യാജോ ജന്തമദർഹണം ഗൃഹീരംഗതേരേണം ഭയനാമഭ്യവദ്യത പശുപദ്യവൈരേഷണിയ ആനം സ്വം ക്ഷയം അന്യത്രവന്നനുപധാശോചയന്തോപിസമാതുരാः പുരീം വിഹായോപലന ഉപരുദ്ധോ ഭുജം ഗമായതാത്മേവാനുപരീശേനാപകൃതിംഗത നികേശിമാണപ്രഥമൈവനേനവലീയസാം നാവിന്ദത്തമസാമിഷ്ടാ സുഖായം സുഖതം പുര തം യജ്ഞവജമാനേന സംത്യപ്നായേതയാനേന ഉദ്ധാരേച്ഛിതുക്രുദ്ധാ സ്മരന്താമേവമസ്യത്താൽ അനന്തവാര്യേണ സമാഹ ശാശ്വതീനി ഭൂയാത്തി പ്രമദാ സംഗദുഷേത താമേവ മനസാ പൂർവതോത്തമം അനന്തരം വിദർഭ
ദേവസ്യ രാജസിംഹസ്യ വിസ്മന്യേ ഉഭയമേ വീരമണം വൈദർഭിമലേ ധ്വജ യുധി നിർജിതിനാഞ്ജന്യാൻ പാണ്ഡ്യ പരപരഞ്ജയ തസ്യാം സജനയാശ്ചക്രം ആത്മജാമസിലേക്ഷണം യവീയ സപ്തസുധാൻ സപ്ത ദ്രവിഡ ബുദ്ധത ഏകൈകസ്യ ഭവത്തേജ രാജൻ നർമ്മദവത് ബുദ്ധ മുഖ്യദേ യദ്വംശതരേ മഹീമന്നന്തരം ബലം അഗസ്ത്യ പ്രാപ്ത ദുഹിതരം ഉപയേമേ ദ്രവ്യത യസ്യാൻ ഷഡച്ഛുതോ ജാത ഉത്മവാഹാത്മജോ മുനി ഭജനേഭ്യക്ഷമരാജശ്വരദ്വജ ആരിരാധയിഷ കൃഷ്ണം സൃഗാമുലാജലം ഹിത്വാ വികാംശുതാൻ ഭോഗാൻ വൈദർഭിമതിരേക്ഷണം ജ്ഞതാവളവാണ്യേശം ജ്യോത്സ്നേ വരജനേ താമ്രവർണ്ണീടോദക നിത്യം ഉപയത്ര ആത്മനാമൃജ കന്താഷ്ടവിർമൂലവലൈഹി പുഷ്പവർണ്ണൈസ്തനോദകൈ വർത്തമാനഘാതശനം തവാസ്തേദ ശീതോഷ്ണമതവശാണി ചുത്വിഭാസി പ്രിയാപ്രിയേ സുഖദുഃഖേരി ദ്വന്ദ്വാന്യജയ സമദർശന തവസാ വിദ്യാ പക്വകഷായോ നിയമേ യുജേ ബ്രഹ്മണ്യാത്മാനം വിജിതാക്ഷാനിലാശയ ആസ്തേസാന വിവേകത്രാദിവിമച്ചതന്തേവരീന അന്യത്തെ തേജോത്പകന്യതേ സവ്യാപകതയാത്മാനം വ്യതിരിക്തതയാത്മനെ വിദ്വാൻസമനിവാമസാക്ഷ്യം വിരാമഃ സാക്ഷാൽ ഭഗവതോക്തേന ഗുരുണാ ഹരിണാ നൃപ വിശദജ്ഞനദേവേണ സ്ഫുരതാ വിശദോമുഖം പരേ ബ്രഹ്മണ്യാത്മാനം പരം ബ്രഹ്മണാത്മനെ വിച്ചമാണവികായേച്ചം അസ്മാത് ഉപരരാമഃ പതിംബരമധർമ്മജ്ഞം വൈദർഭീമലേ ധ്വജം പ്രീംനാപര്യരദ്ദിദ്വാ ഭോഗാൻ സാപ്രദേവതാലിരവാസ പ്രദക്ഷമാവേണി ബോധതിരോരഃ ഭവാഉപമതിം ശാന്താശികാ ശാന്തമിവാനലം അജാനനീ പ്രിയതമം യതോ വരദമങ്കര സുസ്ഥിരാസനമസാരദാഭോ വാചരത യഥാനോബലവേദാംഗ്രാഷ്മാണാം പത്രുക്ഷതേ ആസീര സംവിഘ്നഗതയാ യൂത ദൃഷ്ടാത്മകീയത ആത്മാനം ചോദയേമവന്തം വിക്ലവാസുരേ സ്തനാവാസിച്ച വിപിനേ സുസ്വരം പരിരോധസ ഉത്തിഷ്ഠോത്തിഷ്ഠരാജർഷേ ഇമാമുദതിവേഗല ദസ്യുഭ്യ ചക്രബന്ധുഭ്യോ ഹരിം പദമഹസേ ഏവം വിലപദീ ബാല വിപിനേനുഗതാ പതിം പതിനാകാദയോർഭക്തോ മുദത്യ ശൃണ്യഭക്തയതേ ചീച്ചിദിന്താരമേം ചിത്വാ തസ്യാം പത്യുളേ പരം ആദിത്യജാനമരണേ ലവന്തി മനോദദേ തത്ര പൂർവദൃക്കസ്യ സഖാ ബ്രാഹ്മണാത്മവാൻ സാധനം ഫൽഗുനാ സാംന ആഹരദേന്ദ്രപോ രാമവാച താതം കഥാധികോ വായം ചെയ്യാനോയോജസേ ജാനാദീം സ്കായം മായേനാഗ്രേ വിതർത്ത അഭിസ്മൃസ്യ ആത്മനോ വിജ്ഞാസകം സഖേ ത്വാം പദമന്വച്ചൻ ഭവഭോഗരതോ ഗത ഹംസാവനം ചത്വം ചാരി സ്കായമാനസായന അഭൂതാന്തരാവൗഗ സഹസ്രപരിവത്സരൻ സപ്തമികായമാൻ ബന്ധോഗതോ ഗ്രാമമദേ വിജയൻ പദമദ്രാക്ഷി കയാതി നിർമ്മിതം സ്ത്രീയ പഞ്ചാരാമം നവദ്വാരം ഏകപാലം ത്രികോഷ്ടകം ഷട്കുലം പഞ്ചവിപണം പഞ്ചപ്രകൃതി സ്ത്രീ ധവ പഞ്ചേന്ദ്രിയതാരാമദ്വാര പ്രണമപ്രഭോ തേജോമന്നായുഷ്ഠാനി പുലം ഇന്ദ്രിയ സംഗ്രഹ വിമനസ്ത്രീയാശക്തിർഭൂതപ്രതിരജ്ഞയ ശക്തിദീജുവാം ത്വത്ര വിഷ്ടോ നവദ്യതേ തസ്മിൻ തന്ത്രമയാ രാമയാ സ്ഫുട്ടോ രമമാണോസ്മൃതി തത്സംഗാരി ത്രിശീ പ്രാപ്തോ ദശാം പാവീയസിം പ്രഭ നത്തം വിദർഭദുരിതാം ലായം വേദവത്തവ നപരിത്തം പുരഞ്ജന്യാരുത്വനാമുകേയ മയാ ഹേർമയാ സ്ഫുട്ടായ പുംസാം സ്യംസരി മന്യസേനാഭയം യദ്ഭൈ ഹംസോ വശ്യായോഗ്യതേ അഹം ഭവാനന്യേഷം ത്വമേവാഹം വിചക്ഷുഭോ നൗപശ്യന്തികയ ചിത്രം ജാതനാഗരി യഥാപുജാത്മാനമേകമാദശിരക്ഷുഷോ ദ്വിവിധാഭൂമവേക്ഷേത തദൈവാന്തരാഭയോः ഏവം സമാനസോഹം സോഹം സേന വിബോധിത സ്വസ്തദ്വിചാരേണ താവസ്മൃതി ബഹിഷ്ഠന്യധ്യാത്മം ബാലോക്ഷ്യദർശനം യത്പരോക്ഷപ്രിയോ ദേവ ഭഗവാൻ ഭാവനാ സർവം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം വിഹിതാം സ്വാം ശിവതമാം പതിം പായണഹിന്നം ദീർഹിവാവസരാജൻ സരാജപുത്ര പ്രേമൃത കർമ്മഭാഗവതോ മാനസ ചരണോപസേവാഞ്ജസവാ അവഗത പരമാർത്ഥ സത്വബ്രഹ്മസത്ര ദീക്ഷിഷ്യമാണോ അവനിതരപരിന്നരിപാലനന്മായത പ്രകര ഗുണഗണേകാന്ത ഭാഗ്നതയ സപിത്രോമാമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവാം വിവധാന സമാധിയോഗന സമാവേശിത സകലകാരകർമ്മയ കലാപോ നൈവാഭ്യനന്ദ്യദ്യപി തദപ്രത്യാന്നാദവ്യം തഥികാനാത്മനാന്യസ്മാ അസദോപി കലാഭവ അന്വീക്ഷമാനാം അധഃ ഭവാനാം ദേവതസ്യ ഗുണവിസർഗസ്യ പരിമിഘണനാൻ ധ്യാനാവസിത സകല ജഗതിപ്രായാത്മയോ നിഖില നിഗമ നിജഗണ പരിവേഷിത സഭവന
അദഭവതാരാസ്തത്ര ഗഗനതന ഉടുപരീവ വിമാനാവലിഭി അനുപഥമര പരിവിടെ അഭിപൂജ്യമാന പതിപജവ വരോദശ സിദ്ധ ഗന്ധർവാസാധ്യചാരണമനുഗണെ ഉപഗീയമാനോ ഗന്ധമാനന്ദോണീമവഭാഷൈന്നുപസർപ്പ തത്ര ഹവായവൻ ദേവഷിഹ ഹംസയാനേന പിതരം ഭഗവന്തം ഹിരണ്യ ഗർഭമുപലാഭമാന ഹിരണ്യഗർഭമുപലാഭമാന സഹസ്യോർത്ഥയാർഹണേന സമ പിതാ പുത്രാഭ്യ അവഹിത അഞ്ജൽവദസ്തേ ഭഗവാനം ഭാരതവസൽപന്യാർഹണ സുക്തവാദേനാദി തരാമിത ഗുണഗണാവതാരസുജയ പ്രിയമൃതാദിപുരുഷത്വം സതയ സാവലോവിധിഹോ വാജാ ശ്രീ ഭഗവാൻ വാജാം വിബോധാതാദേതമൃതം രവീമി ആസ്മീതം ദേവമഹസ്യ പ്രമേയം അയം ഭവസ്ഥിതേഷ മഹർഷി ഗഹാമ സർവേ വിശായിസദിഷ്ടം തസ്യ ചിത്തവസാ വിദ്യയാ വാ യോഗവീര്യേണ മനീഷയാ വാ വിഭാത്തധർമ്മേ പരത സദോ വാ കൃതം വിഹന്തും തൻഭൃദ്വിഭായാൽ തൻഭൃദ്വിഭൂയാൽ ഭവായ നാശായ ച കർമ്മ കർത്തും ശോകായ മോഹായ സദാ ഭയായ സുഖാ ദുഃഖാച ദേഹയോഗ അവ്യക്തദിഷ്ടം ജഗദാംഗധത്തെ ദ്വാജിതന്യഗുണകർമ്മഗാമഭി സുദുസ്തരൈവ സമയം സുയോജിതാഃ സർവേ മഹാമോദനമീശ്വരായ പ്രധാന ശിവ വിവദേ ച പുഷ്പദാഃ ഈശാവിശിഷ്ടം ശബരിമഹയംഗ സുഖം ദുഃഖം വാ ഗുണകർമ്മസംഗ ആസ്ഥാനത്യദ്യനുക്തനാഥ തക്ഷ്മിതാം ദൈവം യമാന മുക്തോപിതാഭിയാസുദേഹ ആരബ്ധമച്ഛിന്നഭിമാനശൂന്യ ധാനബോധം പ്രതിയാത നിദ്രക്കിം തന്യദേഹായ ഗുണാനുക്രേ ഭയം പ്രമത്തസ്യ വനേഷു വിശ്യ േദാസ്തേ സംസവത്ന ഇന്ദ്രിയസ്യാത്മരതേ ബുധസ്യ ഭാസമക്കിം കരോത്യവദ്യം യശോത്സവത്നാൽ വിജഗീഷമാണോ േഷുർവിഷേദേതപൂർവം അത്യേതി ദുർഗാശിത ഊർജിതാരിൻ ക്ഷേഷു കാമം വിചരേതി പശ്ചിൽ ത്വം ത്വബ്ജുനാഭാംഗ്രിസരോജഘോഷ ഘോഷതോ നിർജിതശോത്സവത്ന ക്ഷേഹോകാൻ പുരുഷാദിദൃഷ്ടാൻ മുക്തസംഗഃ പ്രതിഫലസ്വാഹ ശ്രീശിവവാദം ദീർഘം ഹിതോ മഹാഭാഗോദോ ഭഗവതസ്ത്രിഭുവന ഗുരോ അനുശാസന ആത്മനോ ലബ്ധയാവണി ശിരോധരോ പാദമിതി സഭ്യമാനവാഹം ഭഗവാനവി മനനായാവതുപകൽപിതാവജിതി പ്രേംവ്രത നാരദോ അവിഷമഭി സമീക്ഷമാണ യോത്മാ സമവസ്ഥാനമവാങ്മനസം ക്ഷയാമാദ്യഹൃതം പ്രവർത്തയന്നകമൽ മനോരവിപരേണകം പ്രസന്ധിത മനോരസ്വർഷിവരാനുമതേ ആത്മജ അഖിലധരാമണ്ഡലസ്ഥിതിഗുപ്തയ അഷ്ടാപേശമതി വിഷമവിഷജലാശയാശായ ഉപരരാമ ദിഗമാവസ ജഗതി പരീശ്വരേച്ഛയാവിവേചിത കർമാധികാരോ കർമാധികാരോഖില ജഗദ്ബദ്ധത്വം സന പരാനുഭാവസ്യ ഭഗവത ആദികൃഷാനുഭയുഗളാനാമജ്ഞാനാനുഭാവേന പരിരഞ്ജിതകഷായാശയോ അവതാദോപി മാനവർദ്ധനോ മഹതമഹീതര മനുഷ്യാവസ അധജതുഹിതരം പ്രജാപതേ വിശ്വകർമ്മണ വയേവേയുഷ്മനി നാമ തസ്യാമുപഭാവ ആത്മജാത്മസമാനശീലഗുണകർമ്മ രൂപതീരോദാനാന്തശ ഭാവയാമ ഭുവകന്യാം ചരീയസി മൂർത്തിസ്വതീം നാമ അഗ്നിവേൽവിശ്വയജ്ഞബാഹുമഹാവീര ഹിരണ്യരേതോക്ഷരപുഷ്ടസവന മേധാതിരിവീതിഗോത്രകവയന്തി സർവ ഏവാഗ്നിനാമാന ഏകേഷാം കവിർമഹാവീര സമനിധിത്രയ ആസന്നോദ്ധരേതസ ആത്മവിദ്യായാമാർഭ ഭവാരാരഭ്യകൃതപരിജയ പരഹംസ്യമേവാശ്രമഭജൻ തസ്മൈഭവാവശീമചല ഉപശമശീല പരമർഷ്യ സകലജീവനികായ വാസസ്യ ഭഗവതോ വാസുദേവസ്യ ഭീതാനാം ശരണമുദശ്രീമച്ചരണാരവിന്ദാനന്ദ സ്മരാമി വികലിത പരമഭക്തിയോഗാനുഭാവേന പരിഭാവിതാന്തഹൃദയാധിഗതേ ഭഗവതി സർവേഷാം ഭൂതാനാത്മഭൂതേ പ്രത്യേകാത്മന്യേവാത്മനസ്താ തദാത്മാ വിശേഷയ സമീയോ അന്യസ്യാമപി ധ്യായായം പുത്രയാസന്നു ആസനുത്തമസ്താമസോരൈവത ഇതി ഉന്നതരാധിപതയാ എവമുപശമായനേഷു സ്വതനേഷു ജഗതീർമബുധനാന്യേകാദശ ജഗതീപതിർജഗതീമർബുധനാന്യേകാദശ പരിവത്സരാണാം അവ്യാഹൃതാഖില പുരുഷകാരസാരസംഭൃതോ ദണ്ഡൈകളാപീഡിത മൗർവീഗുണസ്തനിതവിരമിതധർമ്മ പ്രതിരക്ഷോ വിഹിഷ്മത്യാഷ്ടാനു ദീനാമേധമാനപ്രമോദ പ്രസന്നയുഷിണ്യവിതാപുഞ്ച ആസാമലോക വിജിതേക്ഷേണാദിഭി പരാമൂയമാന
വേഗ ഇവാനവിദ്യമാന ഇവ മഹാമന ഭൂജേ യാദവസഭാസയതി സുര ഗിരിമനപരിക്രമം ഭവാനാദിത്യ വസുധാതരമധ്യേനൈവ പ്രത്യവഗദ്ധേനാവച്ഛാദയതി തഥാ ഹി ഭവാൻ വാസനോപതിജാതി പുരുഷഭവാ സദനഭിനന്ദൻ സമജവേന രഥേന ജ്യോതിർമയേന രജനീമവിദിനം കരിഷ്യാമി സപ്തഗൃഹസ്തരണ തത്തരണമനുക്രമ്യ ജ്ഞാദ്യൈവ പതംഗാം ഏവ ഊഹാ തദ്രത ചരണനേമി കൃതപരിഖാദാസ്തേ സപ്തസിന്ധവ ആസന്യദേവ കൃതാ സപ്തഭവോ ദ്വീപാ ജംബുപ്രക്ഷാമേ കുശക്രൗഞ്ചശാഖപുഷ്പസജ്ഞാസ്തേഷാം പരിമാണം പൂർവസ്മാദുത്തരോ യഥാസംഗതി ഗുണ മാനനബഹി സമന്തത ഉപക്ലപ്പതാം ഛാരോദക്ഷുരസോദസുരോധൃതോദക്ഷ്യ അധോദതി മണ്ഡോദ ദധിമണ്ഡോദ ശുദ്ധോദ സപ്തജലധര സപ്തദ്വീപരിഖ വാഭ്യന്തര ദ്വീപസമാന ഏകകശ്യേന യഥാനുകൂലം സപ്തസ്വരേ ബഹിർദ്വീപേഷു പഥത്പരിതോപകൽപിതാശേഷിഷ്മതി അനുവ്രതാത്മജാനഭിർനിരേതോക്ഷതപൃഷ്ടമേധാതിവിധിഹോത്ര സംജ്ഞാം യഥാ സംഖ്യേനേകസ്മിന്നേക അധിപതി വിദധേ ഉഹിതരം യോ അച്ചോർജസ്വതീം നാമോ ശനിസേ പ്രായച്ഛദ്യസാമ്യാസ്യാമാസി ദേവയാനി നാമകാവ്യസുധാ एवं विधा पुरुषकार्य विक्रमस्य पुंसां तदङ्ग्रेजसा विदषड्गुणानां चित्रं दूरविगत सविदादिदीव नामधयमधना सगहादिबन्धं स एव नपरिमिदबलपराक्रम एकदग्धशरणानुशयनानुपदित गुणविसर्गसंसर्गणेन अनुवृतमिवात्मनमन्यमान आत्मनिर्वेद इदमाहम् अहो असाधिष्ठितम् ഏകവിനിവേശിതോഹ ഇന്ദ്രിയൈരവിദ്യാരചിത വിഷയാംശപൂപയ തദലമനുഷ്യാവനിതായ വിനോദമൃതം മാം ദിഗ്ധി ഗർഭയാഞ്ചകാരം പരദേവത പ്രസാദാനികതാം അപ്രത്യമേ പ്രത്യമേശാനം പ്രവൃത്യേഭ പുത്രേഭ ഇമാം യഥാദായനി ഭജ്യ പുത്രോകാം ച മഹർഷിം മൃതകമിവ സഹ മഹാവിഭൂതിമഹായ സ്വയം നിഹിതനിർവേദാഹൃതി ഗൃഹീത ഹരി വിഹാരാനുഭാവോ ഭഗവതോ നാരദസ്യ പദവീം േവാംസുസാരാം വായതേ ശ്ലോകാം പ്രേമവദം കർമ്മകൂന കുര്യാഭിനേശ്വരം യോ നിന്നൈരഗോച്ഛായം ഘ്നൻ സപ്തവാരിധിം ഭൂസംസ്ഥാന്തം യേന സരഗിരിവനാദവേ സിംഹാചഭുതനിവൃത്തേ ദിവേദിവേഭാവശാം ഭൗമം ദിവ്യമാനുഷഹിമഹിത്വം കർമ്മയോഗജം ചക്രേ നിരൈവോമ്യം പുരുഷാന് ജനപ്രിയ സിംഹാഭരണ പഞ്ചമസ്കന്ധേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ एवं विदरिति संप्रवृत्ते तदनुशासने वर्तमान आग्निन्द्रोजं बुद्धिभोगसः प्रजा औरसोर्धर्मावेशमः पर्यगोपायदसज अदायत्रिलोकां हसिरवरवनिदा क्रीडाजलद्रोण्या भगवन्तमिश्वसुजा पदिं आकृतवरिदर्य परिचर्यो वदनः आत्मेकाग्रेण तव भगवानादिपुरुषः सरसि गायन्ति पूर्वजित्य नाम अप्सरसमभियामयामास स च तदाश्रमो मवनमभिरमणीयं विविध निविडविडविडव निगर संश्लिष्ट उदरगदारूढ स्थलविहङ्गमिथुनैः रोचमानश्रुतिभिः प्रतिबोध्यमान सलिलकोकुलकारण्डव कलहंसादिभिर्विदितम् उपपूजितामलजलाशय जलाशयकमलागरम् उप बभ्रामादस्य सुललित गमन पदविन्यास गतिविलास विलासायाष्टानुमदं गणगणायमानरुदिरचरणाभरण स्वन उपाकर्ण्य अनरदेव कुमारका समाधियोगे नामेलितनयन नलिन उबलयोलमे एष दुरितकय्य विगतय्य विदष्टा तामेवा विदुरी मधुकरी विवासु मनसा उपजिग्रन्थेन्द्रिविजनम अनुज दिविजम अनुज अयोनयना वाददुर्देवी देविविघादं वेदा विनयावलोक सुखा स्वस्वराक्षरावयवै मनसिनां कुस्मायुधशरितदेवीवरं निजमुख विगलितामद अमृतासव सहासभाषणामोद मदान्धमधुगदनिगरेणोपरोधेन धृतपदविन्यासेन मल्गोस्पन्दनस्तन कलश
दक्षिणां देवीं ददायोगिनेन विवृतावसरस्य भगवतो महरध्वजस्य पशुमणीदो जलवदिति होवाच कात्वं जीशसिक चलिमैवैर्यशैले मायासिकामिवै परदेवताय विद्येति वशिगंसि सुखदात्मनोऽर्थे किं वा मृगान्वे श्रीहिन्येन प्रमत्तान् नानाविमो भगवतः सर्वत्र शान्तावहुङ्ग रुचिरावधिमदन्तो तस्मै युष्मै मने विजरन्नविघ्न क्षेमाय नो दधयां नव विक्रमोऽस्तो शिष्याय मे भगवतः परितः गायन्ति सामसरहस्य मजस्रमिशं युष्मशिखामिनुविदा सुमनोभियुष्टि सर्वे वदन्तु ऋषिगणा विवादेशाखावाक्यं परं कर्णवञ्जन इतिरीणां जमन्ननुबन्धुरां शृणवामतुभ्यं लब्ध्वा कदम्बरितिरविडङ्गबिम्बे यस्यामलादवनिधेत्वज पल्कलं दे किं संवृतं द्वितिरयोधिजति शृङ्गयोस्ते मध्ये ऋषिवसि यत्र दृशिस्थिता मे पङ्गोरुण सुरभि आत्मविषाणयिद्रयेण समं सुवगमे सुरभिगदोषीलोकं प्रदर्शय सुहृत्तमदावगम्ये यत्र त्ययुक्तं उरसावयवापूर्वो अस्मन्विदस्य मन पुण्येनो विभक्षेव बहु अद्भुतं सरसरासुभादिवक्त्रे कावात्मवृत्तिरदनात् देवी अंगवादी विष्णु कलस्यानिविशोन्मदरोचकर्णो उद्विग्न मीनयुगलं द्विजवं विदशोजी आसन्नवृन्दनिगलं सर उन्मुखं ते योऽसोदयावर सरोजरपदन्नो दिक्षोत्रमेन्द्रमद एदेदेक्षिणीमे मुक्तं नदे स्मरसि वक्रजटावरोदं नष्टो विलोभनतिलम्बडये शरीनीमे योगन्तबोधनतवश्चरदान्तभोभिनं ह्येतत्तुकेन संसामोदोपलब्धं चक्तं भगवद्गतिमया सदा मित्रमज्ञगिमाकसीदति सवै भगवभावनो मे न त्वां दजामि दयितं निजदेवदत्त्वं यस्मिन्मनुमनो दृगविनो न व्याधिलग्न मां चाल्शृङ्ग्यर्पसि नेतु अनुवृतं मे चित्तं यदा प्रतिसदन्तो शिवा सदिव्यगा श्रीशिववाच इदुरलिलानुनया विशारदो ग्राम्य वैदग्धया परिभाषया तां विबुध वदो विबुध विबुधमतिः अधिसभाजयाम आप्जयाम सहसा जगदस्तस्य वीरयूधवदेहे बुद्धिशीलरूपवयश्रिय श्रिय उदारीनवरा चित्तमनावातेन सहायुधायुधपरिवत्सरो लक्षणङ्गाल जम्बुदीपवदिना औमं स्वर्गभोगाम्बुजे तस्यामुहवा आत्मजान् स व्याजवरः आत्मीन्द्रो नाभि किं पुरुष अधिवर्षैलावृतरम्यगहिरण्मय कुरु भद्राश्वर्यकुमारसज्ञानव पुत्रानजनेद सा सूत्याध सुधानवानुवत्सरं गृह एव अपहाय पूर्वदित्ये भूय एवाजं देवमुपदस्ते आग्नीन्द्रसुधास्ते मातुरनुग्रहाद उत्पत्तियेनैव सह संघननवलो वेदा पित्रा विभक्ता आत्मतुल्यनामानि यथा वा गण्यन्तो दीपवर्षाणि गुरुजो आग्निमृगो राजादृष्ट कामानाम् अप्सरसमेव अनुदिनम् अधिमन्यमान तस्याः स लोकदां श्रुतिभिरवायुन्द यत्र पितरो मादयन्ते संवरे देविदरि नवभ्रातरो मेरु दुहितुर्विदेवीं प्रतिरूपां उद्यतं श्रीलतां रम्यां श्यामां नारीं भद्रां देववीरीं इति सज्ञा नमोद उदवभन् श्रीकृष्णार्पणमस्तु श्रीमद्भागवते महाभारते सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद भगवान ऋषभ
कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे. ആദ്യം പ്രാർത്ഥിക്കുന്നു. ശ്രീമദ് ഭാഗവത മഹാത്മ്യം ആരംഭിക്കുന്നു. ഒരു അധ്യായം വായിച്ച് നമുക്ക് സമയമല്ലാണ്ട് വൈകി, അതുകൊണ്ട് കുറച്ചു നേരം നമുക്കൊന്ന് അനുസ്മരിച്ച് നമുക്ക് നാളെ മുതൽക്ക് രാവിലെ 6:30 മുതൽ വിഷ്ണു സഹസ്രനാമത്തോടുകൂടി ആരംഭിക്കും. വൈകുന്നേരം 6 മണി 6:15 വരെ സമയം ഷെഡ്യൂളൊക്കെ നമുക്ക് വിസ്തരിച്ച് പറയാം പിന്നീട്. എന്തായാലും മഹാത്മ്യം ആദ്യത്തെ അധ്യായമാണ് വായിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് അനുസ്മരിച്ച് നമുക്ക് മഹാത്മ്യം ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരുടെ ഗുരുനാഥന്മാരുടെ ഒക്കെ പാദങ്ങളിൽ സമർപ്പിക്കാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 1-ാമത്തെ അധ്യായമാണ് ഇവിടെ വായിക്കുന്നത്. നാരായണ 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 നാരായണ. നമോ ഭഗവതേ വാസുദേവായ. അഥ പ്രഥമോऽധ്യായः. സच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तावत्रविनाशाय श्रीकृष्णाय वयं नमः. यं व्रजन्तमनुपेदमभेदकृत्यं वेदायनो विरहकादर आजुहाव पुत्रेति तन्मदयातरगोपिमेगुप्तं सर्वभूतहृदयं मुनिमानतोऽस्मि. हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे.